അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. റിലേഷൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എ ഈക്വൽ ടു -2 -1 0 1 2 3 4 സെറ്റ്. Let R be a relation on A defined by x related to y if and only if 2x plus y less than or equal to 2. Let L be the number of elements in R. Let M and N be the minimum number of elements required to be added in R to make it reflexive and symmetric relations respectively. Then L plus M plus N. അതായത് ഈ റിലേഷൻസിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും അതാണ് L. ഇത് റിഫ്ലക്സീവ് ആവാൻ ഇനി എത്ര എലമെന്റ്സും കൂടി ആഡ് ചെയ്യണം, അത് M. സിമെട്രിക് ആക്കാൻ എത്ര എലമെന്റ്സ് ആഡ് ചെയ്യണം, അത് N. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം ഈ റിലേഷനിലുള്ള എലമെന്റ്സ് കാണണം. റിലേഷൻ ആക്ച്വലി ഇങ്ങനെയാണ്. എക്സും വൈയും റിലേറ്റഡ് ആവണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യപ്പെടണം. 2x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. പിന്നെ എക്സും വൈയും എലമെന്റ് ഓഫ് എ. പിന്നെ എക്സ് വൈ എലമെന്റ് ഓഫ് എ ആയിരിക്കണം. എക്സ് വൈ എലമെന്റ് ഓഫ് എ ആയിരിക്കണം. 2x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഈ 2x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 നമുക്ക് ലീനിയർ ഇനീക്വാലിറ്റി ആക്കി കൺസിഡർ ചെയ്യാം. 2x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതൊരു ലൈനിന്റെ മേലെയോ താഴെയോ ആണ്. അപ്പൊ അത് x + y/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ അപ്പൊ അതിന്റെ x ഇന്റർസെപ്റ്റ് 1 ആണ്, y ഇന്റർസെപ്റ്റ് 2 ആണ്. അപ്പൊ x ഇന്റർസെപ്റ്റ് 1, അപ്പൊ അത് ഈ പോയിന്റ്. y ഇന്റർസെപ്റ്റ് 2. അപ്പൊ ഇതാണ് ലൈൻ. ഇതാണ് ലൈൻ. ഇനി അതിന്റെ മേലെയാണോ താഴെയാണോ ഒരു പോയിന്റ് ഇട്ട് നോക്കിയാൽ മതി. ഒരു പോയിന്റ് ഇപ്പൊ അത് ഒറിജിൻ കൊടുക്കുന്നു. ഒറിജിൻ കൊടുത്താൽ 0 + 0/2 0 ലെസ് ദാൻ 1 അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പൊ ഒറിജിൻ ഉള്ള ഭാഗം. അപ്പൊ ഈ ഭാഗത്താണ് ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ള പോയിന്റ്സ് ഉള്ളത്. അവിടെ പെയർ എക്സ് വൈ. അപ്പോ അതിൽ ഇവിടെ ഇപ്പൊ ഈ എ ക്രോസ് എയിൽ ഉണ്ടാവുന്ന എന്തൊക്കെയാണ്? റിലേഷൻ എന്ന് പറഞ്ഞാൽ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ എ ക്രോസ് എയിൽ -2 -2 -2 -1 -2 0 അങ്ങനത്തെ കുറെ ഓർഡേർഡ് പെയർസ് ഉണ്ടാവും. അപ്പൊ അതിൽ ഏതൊക്കെ ഈ ലൈനിന്റെ താഴെ വരും? ഈ ലൈനിന്റെ താഴെ ഏതൊക്കെ വരും എന്ന് ചോദിച്ചാൽ ഈ ലൈനിന്റെ താഴെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2h ഉള്ള ഒറ്റ പോയിന്റ്സും ഉണ്ടാവില്ല. അതായത് 2h ഉള്ള ഒറ്റ പോയിന്റ്സും ഉണ്ടാവില്ലല്ലോ. അല്ല 2h കുറെ താഴെ. 2h അല്ല, 3 4 ഒറ്റ പോയിന്റ് എന്നുള്ളതല്ല. ഇതില് -2 മുതൽ 4 വരെ നോക്കുമ്പോ ഇപ്പൊ ഇങ്ങനെ എടുക്കാം. ഇപ്പൊ R ഈക്വൽ ടു എങ്ങനെ എടുക്കാം? R ഈക്വൽ ടു -2a, പിന്നെ -1b, 0c, 1d, 2e, 3f, 4g ഇങ്ങനെ എടുത്തു. ഓക്കെ, ഇങ്ങനെ എടുത്തു. അതായത് -2ന്റെ കൂടെ എ എല്ലാം പെയർ ആവും. ഈ എക്ക് കുറെ വാല്യൂസ് ഉണ്ടാവും. -2ന്റെ കൂടെ ഏതൊക്കെ പെയർ ആവും? അപ്പൊ ഇവിടെ കൊടുക്കുമ്പോൾ എക്സിന് -2 ആണ്. 2x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലേ? അപ്പൊ എക്സിന് -2 കൊടുത്തു. അപ്പൊ -4 + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. y ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. y 6നേക്കാൾ ചെറുതായിട്ടുള്ള എല്ലാം ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ yന്റെ വാല്യൂസ് ഈ -2 മുതൽ 4 വരെയുള്ളതാണ്. അപ്പൊ yക്ക് ആക്ച്വലി ഇതിൽ ഇപ്പൊ ഏത് വേണമെങ്കിലും ആവാം. അപ്പൊ a ഈസ് ഈക്വൽ ടു -2 -1 0 1 2 3 4. അതായത് ഈ -2 ഇതിലുള്ള എല്ലാ എലമെന്റ്സുമായിട്ടും റിലേറ്റഡ് ആവും. അതായത് ആറില് -2 -2 -2 -1 -2 0 -2 1 -2 1 2 3 4. അപ്പൊ -2 ഇതെല്ലാമായിട്ട് റിലേറ്റഡ് ആവും. ഇനി ഇതേപോലെ 1 റിലേറ്റഡ് ആവുന്ന എലമെന്റ്സ് ആണ് ബി. അപ്പൊ 2x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. എക്സിന് -1 കൊടുക്കുമ്പോൾ ഇവിടെ x ഈക്വൽ ടു -2 ആണ്. അടുത്തതിൽ x ഈക്വൽ ടു -1 കൊടുക്കുമ്പോൾ അപ്പൊ 2x എന്താവും? -2 + y. അപ്പൊ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. y 4നേക്കാൾ ചെറുതാണ്. ഇവിടെ ഉള്ളതെല്ലാം അല്ലെങ്കിലും 4നേക്കാൾ ചെറുത് തന്നെയാണ്. അപ്പൊ b ഈക്വൽ ടു -2 മുതൽ ആ 4 വരെയുള്ള എല്ലാം പറ്റും. അപ്പൊ -1ഉം ഈ എലമെന്റ്സുമായിട്ടൊക്കെ റിലേറ്റഡ് ആവും. ഇനി 0 റിലേറ്റഡ് ആവുന്ന എലമെന്റ്സിന്റെ സെറ്റ് ആണ് സി. അപ്പൊ x ഈക്വൽ ടു 0 ആണ്. അപ്പൊ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടും. 2x 0 ആണല്ലോ. y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പൊ സീന്റെ വാല്യൂ എന്തൊക്കെ പറ്റുള്ളൂ? -2 -1 0 1 2. -2 -1 0 1 2. ഇനി അടുത്തത് 2മായിട്ട് റിലേറ്റഡ് ആവുന്ന എലമെന്റ്സിന്റെ സെറ്റ് ആണ് ഇ. അപ്പൊ x ഈക്വൽ ടു അല്ല, അതിന് മുന്നേ ഡി ഉണ്ട്. x ഈക്വൽ ടു 1.
എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ 2x+y 2+y ആവും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ ഡി ഏതൊക്കെയാവും? ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ -2 -1 0. അപ്പൊ അതായി. ഇനി അടുത്തത് എക്സ് ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ 4+y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, y ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 എന്ന് കിട്ടും. y ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2. അപ്പൊ അവിടെ ഇ അല്ലേ, ഇ ഈക്വൽ ടു -2 മാത്രം. ഇനി എക്സ് ഈക്വൽ ടു 3 ആണെങ്കിൽ, എക്സ് ഈക്വൽ ടു 3 ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കൂ, y ലെസ് ദാൻ 6, y ലെസ് ദാൻ 4, പിന്നെ y ലെസ് ദാൻ 2, പിന്നെ y ലെസ് ദാൻ 0, y ലെസ് ദാൻ -2. ഇനി അടുത്തതിൽ എന്താ വരാൻ പോവാ? y ലെസ് ദാൻ ഓർ ഈക്വൽ ടു -4 ആവും. പിന്നെ എക്സ് ഈക്വൽ ടു 4 ആണെങ്കിലോ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു -6 ആവും. അതിനൊന്നും ഇവിടെ പോസിബിൾ വാല്യൂസ് ഇല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. അതായത് ഈ റിലേഷനിൽ 3ഉം 4ഉം ഒന്നുമായിട്ടും റിലേറ്റ് ചെയ്യപ്പെടില്ല എന്നർത്ഥം. 3ഉം 4ഉം ഒന്നുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നില്ല. അപ്പൊ ഇവിടെ -2 ഇവരെ 7 എലമെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ 7 ഓർഡേഡ് പെയർ ഉണ്ടാവും അവിടെ. അതേപോലെ തന്നെ 1ഉം 7 റിലേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നു. അപ്പൊ അവിടെ 7 ഉണ്ടാവും. പിന്നെ ഇവിടെ 5, പിന്നെ ഇവിടെ 3, പിന്നെ ഇവിടെ 1. അപ്പൊ മൊത്തം ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? മൊത്തം ഇതിൽ 14, 19, 22, 23 എലമെന്റ്സ് ഉണ്ടാവും. There are 23 elements in R. അപ്പൊ L is equal to 23, number of elements in R. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ആർ L ഈക്വൽ ടു 23 ആണ്. ഇനി അത് റിഫ്ലക്സീവ് ആവണം എന്നുണ്ടെങ്കിൽ എല്ലാം അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡേഡ് പെയർ വേണം. ഇതിലിപ്പോ -2 -2 ഉണ്ട്, -1 -1 ഉണ്ട്, 0 0 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റിഫ്ലക്സീവ് പെയർ ഒന്നിനുമില്ല. 1നും 2നും 3ക്കും 4നും റിഫ്ലക്സീവ് പെയർ ഇല്ല. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ടു ബി ആഡഡ് to make it reflexive. M ആണ്, M ഈക്വൽ ടു 4. ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? 1 2 3 4 എന്നൊന്നും റിഫ്ലക്സീവ് പെയർസ് ഇല്ല. 1 1 2 2 3 3 4 4 ഈ 4 എലമെന്റ്സ് ആഡ് ചെയ്യേണ്ടതുണ്ട് റിഫ്ലക്സീവ് ആക്കാൻ. ഇനി സിമ്മട്രിക് ആക്കാൻ നമ്പർ ഓഫ് എലമെന്റ്സ് ടു ബി ആഡഡ് to make it symmetric. സിമ്മട്രിക് ആക്കാൻ ഏതൊക്കെ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഓക്കെ, ഇവിടെ ഇവിടെ -2 -1 ഉണ്ട്. ഇരുപത്തിമൂന്ന് എലമെന്റ്സ് ആണുള്ളത്. അതില് 3 റിഫ്ലക്സീവ് പെയർ ഉണ്ട്. അപ്പൊ അത് പോയി. ബാക്കി 20 എലമെന്റ്സ്. -2 -1 ഉണ്ട്. -1 -2 ഉണ്ടോ? അതുണ്ട്. -2 0 ഉണ്ട്. 0 -2 ഉണ്ടോ? 0 -2 ഉണ്ട്. റിലേഷൻ ഒന്നുകൂടി വേണമെങ്കിൽ എടുത്തെഴുതാം. എടുത്തെഴുതേണ്ട കാര്യമില്ല, ജസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ചൊന്ന് എഴുതാം. -2 -2 -1 0 1 2 3 4. -1 ഇത് തന്നെ. 0 ആയിട്ടോ? 0 ആയിട്ട് -2 -1 0 1 2. 1 -2 -1 0. പിന്നെ 2 ആയിട്ട് -2 മാത്രം. 2 -2. ഓക്കെ, ഇങ്ങനെ ഇത്ര 10 അല്ല 14 19 22 22 അല്ല 14ഉം 19ഉം 23 എലമെന്റ്സ്. ഇതിൽ നോക്കുകയാണെങ്കിൽ -2 -2 നോക്കേണ്ട ആവശ്യമില്ല. -2 -1 ഉണ്ട്. അതിന് -1 -2 ഉണ്ടോ? ഉണ്ട്. -2 0 ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ കൗണ്ട് ചെയ്തു.
-2 0 ഉണ്ട്, അതിന് 0 - 2 ഉണ്ടോ? 0 - 2 ഉണ്ട്. -2 1 ഉണ്ട്, -2 1ന് 1 - 2 ഉണ്ടോ? 1 - 2 ഉണ്ട്. -2 2 ഉണ്ട്, അതിന് 2 - 2 ഉണ്ടോ? അതുണ്ട്. -2 3 ഉണ്ട്, അതിനില്ല. -2 3ക്ക് ഇല്ല. -2 4നില്ല. -2 4നില്ല. ഇനി -1 -1 നോക്കേണ്ട ആവശ്യമില്ല. -1 0, അതിന് 0 - 1 ഉണ്ടോ? 0 - 1 ഉണ്ട്. -1 -1 1, അതിന് 1 - 1 ഉണ്ടോ? 1 - 1 ഉണ്ട്. പിന്നെ -1 2, അതിന് 2 - 1 ഇല്ല. -1 2ക്കില്ല. പിന്നെ -1 3, അതിനില്ല. -1 4, അതുമില്ല. 0 0 നോക്കേണ്ട കാര്യമില്ല. 0 1, 0 1ന് 1 0 ഉണ്ട്. പിന്നെ 0 2, 0 2ക്ക് 2 0 ഇല്ല. 0 2. ഈ 6 എലമെന്റ്സ്, ഈ 6 എലമെന്റ്സിന് എന്തില്ല? സിമെട്രിക് പെയർസ് ഇല്ല. ഈ 6 എലമെന്റ്സ് n = 6. ഈ 6 എലമെന്റ്സിന് സിമെട്രിക് പെയർ ഇല്ല. L = 23 ആയിരുന്നു. M = എത്ര? L = 23, M = 4, n = 6. അപ്പൊ ആ റിലേഷനിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് കാണുന്നു. അതിൽ സിമെട്രിക് പെയർ ഇല്ലാത്തത്, റിഫ്ലക്സീവ് പെയർ ഇല്ലാത്തത്, അതിന്റെ എല്ലാം കൂടി എണ്ണം ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ 27 + 6 33. 33 ആണ് ആൻസർ വരാം. ഓപ്ഷൻ 3 33 ആണ് അതിന്റെ ആൻസർ.